സ്ത്രീകളും കുട്ടികൾക്കും മുൻഗണന. ഹലോ മൈ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്കും ലക്ഷദ്വീപിലെ 3ാമത്തെ ദിവസത്തെ കാഴ്ചകളിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഐ ആം സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ് കണ്ടോ ഗൈസ്, ഈ കളർ കണ്ട്, ഈ കളറിൻ്റെ അടിയിലൊക്കെ സ്കൂബ ഡൈവിങ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? വാൻ അടിപൊളി. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അത് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് തീർക്കണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ കാഴ്ചയിലേക്ക് പോകാം. ഗൈസ്, നമുക്കിവിടെ ഇതിന് കുറച്ച് പേപ്പറുകൾ ഫില്ല് ചെയ്യാണ്ട് നമ്മൾ സ്കൂബ ഡൈവിന് പോകുമ്പോഴുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും, പിന്നെ അതിൻ്റെതായ പേപ്പറുകൾ നമുക്കിവിടെ ക്ലിയർ ചെയ്യാണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഒരു ടീം അങ്ങോട്ട് പോയിക്കൊണ്ടുണ്ട് സ്കൂബ ഡൈവിന്. അവർ വന്നിട്ട് വേണം നമുക്ക് സ്കൂബ ചെയ്യാൻ പോകാൻ. വളരെ മനോഹരമായ കാഴ്ചകൾ. ഈ കടലിൻ്റെ അടിയിലാണ് ഗൈസ് സ്കൂബ ചെയ്യാൻ പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളെ ഇന്നലത്തെ വ്ളോഗിൽ കണ്ട കൊല്ലംകാരുണ്ട്. പോണതാ ഷറല്ലേ? ഒക്കെ സെറ്റ്. ഇവർ നമ്മളെ കൂടെ സ്കൂബ ഡൈവിങ്ങിനുണ്ട് ഗൈസ്. അപ്പോൾ ഇവരെ നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സ്കൂബ ഡൈവിങ്ങിനായി ഇറങ്ങുകയാണ്. ഇവിടെയാണ് ഇതിൽ കയറി പോകണം. പിന്നെ അവിടുന്ന് ബോട്ട് മാറും. അങ്ങനെ എന്തൊക്കെയാണ് പരിപാടികൾ. അയ്യോ ഹാരിസിക്ക, സെറ്റല്ലേ? നമ്മളെ കൊല്ലക്കാരായ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഹാരിസിക്കും ഫാമിലി ഉണ്ട് കൂടെ. അയ്യോ ഗൈസ്, ഇവർ നമ്മുടെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ഇവിടെ കാണുന്നവരെല്ലാം നമ്മുടെ കൂടെ രാവിലെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അമൽ ഫാത്തിമ ഉണ്ട് കൂടെ. ഏതാ വെള്ളം, കടൽ ഏതാ ഗൈസ്. അങ്ങനെ നമ്മൾ സ്കൂബയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സ്കൂബ ചെയ്യാനായി നമ്മൾ അത്രയും ദൂരത്തു നിന്നും കുറേ പോന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ എന്താണ് ഏതാ വെള്ളത്തിന് അടി കാണാം നമുക്ക് ഗൈസ്, അടി കാണാം ഗൈസ്. ചെറിയൊരു പേടി എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇതും അതിജീവിക്കും. ബാബ ഫക്രുദ്ദീൻ്റെ ബോട്ടിലാണ് ചെയ്യാൻ പോകുന്നതല്ല. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, ഇവിടെ തന്നെയാണ്. കൊടൂര വെയിലാണ്. അപ്പോ അവര് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ട് എത്തിക്കുക. ബാബ ഫക്രുദ്ദീൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് എത്തട്ടെ ഗൈസ്. ഈ നടുക്കടലിൽ വെയിലത്ത് വെറുതെ കഴിയാതെ ഞങ്ങൾക്കൊരു രക്ഷയില്ല. അപ്പോൾ വെയിലും കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് അത് ചെയ്ത പരിപാടി. 4 വർഷമായിട്ട് കൊടൂര വെയിൽ. അപ്പോൾ
അവർക്ക് ശരിക്കും ഇവിടുന്ന് ബോട്ട് എടുത്താൽ മതിയായിരുന്നു. ഗൈസ്, നിലവിൽ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാത്ത ഞാൻ കരിഞ്ഞു പോകും മിക്കവാറും. അജാതി വെയിലാണ് ഇവിടെ ഉള്ളത്. എന്താ ചെയ്യാ, ഈ നടുകടലിൽ ഇവര് എന്ത് പറയാൻ കിട്ടുന്നില്ല, വെയിലുണ്ട് ഗൈസ്. സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാറില്ല. നിരുത്സാഹപ്പെടുത്തി ആ കാര്യത്തിൽ. എന്താ ചെയ്യാ ഗൈസ്, സ്കൂബ ഡൈവിന് വന്നതാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നും ചെയ്തു, അവിടുത്തെ എത്തിയതുമില്ല മാതിരിയായി. കൊടൂര വെയിലും കൊടൂര വെയിലും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ വിളിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഈ വെയിലോണ്ട് എനിക്കൊന്നും പറയാനും കിട്ടണില്ല. സെയ്തുലമ വേഗം വിളിക്കോ ഗൈസ്. സ്കൂബ ചെയ്യുന്നതിന് മുന്നേ തന്നെ വെയിലടിച്ച് പപ്പടവും. അപ്പോൾ സ്കൂബ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് വയ്യേ കാണാം. ഈ കൊടൂര് ചൂട് സഹിച്ചാൻ കഴിയാതെ മുപ്പര് ചാടിയിട്ടുണ്ട്. ഒന്നും താഴത്തേക്ക് പോയി. ഓ ഞാനൊരു നേരം ആട് പോയാണ്ട് ഇതിൽ കൂടെ വന്നു. ഇത് നരം തന്നെ. കുളിനീരുവാൻ പൊയ്കളിൽ ഇറക്കി ചെയ്തോ? അടിപൊളി. രണ്ടുപേരും ചെയ്താ? വെയിലിൽ നിന്ന് രക്ഷ നേടിത്തരാൻ അതാ സെയ്ദുലുലമ എത്തിയിരിക്കുന്നു ഗൈസ്. സെയ്ദുലുലമ എത്തിയിരിക്കുന്നു നമുക്ക് രക്ഷ നേടാൻ. ആദ്യം പറയുന്നുണ്ട് കുഞ്ഞുപിള്ളേരുണ്ട്, സ്ത്രീകളും കുട്ടികൾക്കും കാണാനാ. ഞാൻ ഇരിക്കട്ടെ, അല്ലെങ്കിൽ തീരുമാനം. ഗൈസ്, ഈ ബോട്ടിൽ നിന്നും ആ ബോട്ടിലേക്ക് സ്കൂബ ചെയ്യാനായി ഞങ്ങൾ തയ്യാറെടുക്കാൻ പോവുകയാണ്. വെയിൽ കൊണ്ട് പപ്പടമാണ്. ബാബ ഫക്രുദ്ദീൻ പോവുകയാണ്. സെയ്ദുലമയും പോയി. അല്ല, സെയ്ദുലമയും നമ്മൾ കയറി. ഗൈസ്, വെയിലിൽ നിന്നും ആശ്വാസം കിട്ടാൻ നമ്മൾ ഇതിലേക്ക് കയറി. കാരണം തയ്യാറെടുപ്പിലാണ്, സ്കൂബയിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ്. നമുക്ക് എല്ലാ കാഴ്ചകളും ഒപ്പിയെടുക്കാൻ ആ താഴത്താളുണ്ട്. ചെയ്യേണ്ട കാര്യം പിന്നെ ചെവിയിൽ നമുക്ക് പ്രഷർ ഫീൽ ചെയ്യും വെള്ളം തേടി പോകുമ്പോൾ. ഓക്കെ, അപ്പം ചെയ്യേണ്ട കാര്യം മൂക്ക് പിഞ്ച് ചെയ്യുക, എല്ലാം ചെയ്ത് നോക്കുക. മൂക്ക് പിഞ്ച് ചെയ്യുക, ഒരു ബ്ലോ ചെയ്യുക. ഇങ്ങനെ ബ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ചെവി ചെറിയൊരു പ്രഷർ ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെവി ഈക്വലൈസ് ആവും. മൂക്ക് അടച്ചിട്ട് ഒരു പ്രഷർ ചെയ്യത്തില്ലേ, പ്രസ് ചെയ്യുമ്പോഴേക്കും ചെവി ചെറിയ ഓപ്പണിങ് വരും. അങ്ങനെ ചെയ്താൽ ചെവിയിൽ ആ പെയിനങ്ങ് മാറിക്കോളും, വിഷയമൊന്നുമില്ല. പിന്നെ ഇത് BCD, ബോയിൻസി കൺട്രോൾ ഡിവൈസ്. ഇതായിരിക്കും നമുക്ക് വെള്ളത്തിനടിയിൽ നമ്മളെ ഫ്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ, ഒരു ലൈഫ് ജാക്കറ്റ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ കൂടെ ഇൻസ്ട്രക്ടർ കാണും നിങ്ങളുടെ കൂടെ. അവരായിരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം. നിങ്ങൾ ജസ്റ്റ് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ മാസ്ക് ക്ലിയറിങ്. പിന്നെ മാസ്ക് മെയിനായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് മൂക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മൂക്ക് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മാസ്ക് വെള്ളം കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ജസ്റ്റ് മാസ്ക് നീട്ടിക്കുമ്പോൾ മണ്ടയ്ക്ക് ഹോൾഡ് ചെയ്യുക. മാസ്കിൻ്റെ അപ്പർ പോർഷൻ ഹോൾഡ് ചെയ്തിട്ട് റെഗുലേറ്റർ വഴി വായ്ക്കൂടെ അതൊരു ബ്രീത്ത് എടുക്കുക, മൂക്കിൽ കൂടെ റിലീസ് ചെയ്യുക. ഓക്കെ, വായ്ക്കൂടെ എടുക്കാം, മൂക്കൂടെ പിന്നെയും കയറില്ല. അതല്ലേ മണ്ടവശം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന റീസൺ അതുകൊണ്ടാണ്. പക്ഷേ വെള്ളം എപ്പോഴും മണ്ടക്കോട്ട് പോകാൻ ടെൻഡൻസി കാണിക്കത്തുള്ളൂ. അപ്പോൾ താഴ്ന്ന റിലീസ് ആകുമ്പോൾ എന്തായാലും ഏറെ പോകത്തുള്ളൂ, വെള്ളം കയറത്തില്ല. മെയിനായിട്ട് അതിങ്ങനെ ചെയ്താൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ പോകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, സിഗ്നൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളത്തിനിടയിൽ. അപ്പം ഇത് നിങ്ങളുടെ കൂടെ ഒരു ഗൈഡ് എപ്പോഴും കാണും. അപ്പോൾ ഗൈഡ് നിങ്ങൾ ചോദിക്കും, ആരെയും ഓക്കെ എന്ന് ചോദിക്കുന്നത് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കും, ആരെയും ഓക്കെ എന്ന് ചോദിക്കും നിങ്ങളോട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തിരിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് തിരിച്ച് പറയുക. ഓക്കെ,
നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോബ്ലത്തിന് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ചോദിക്കും എന്ത് പറ്റി, റീസൺ ചോദിക്കും. അപ്പോഴേക്ക് മാസ്ക് വെള്ളം കയറിയ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. എന്തായാലും അവർ അവിടെ വെച്ച് ഓക്കെ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ ആക്കും, അല്ലെങ്കിൽ മണ്ടക്കോട്ട് വരും. എന്നിട്ട് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും കംഫർട്ടബിൾ ആക്കിയിട്ട് താഴെ കൊണ്ടുവന്നോളൂ. ഓക്കെ. പിന്നെ വരുന്നത് ഓക്കെ, നോട്ട് ഓക്കെ, അപ്പ് ഡൗൺ. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മണ്ടക്കോട്ട് പോകണം, നിൽക്കാൻ പറ്റുന്നില്ല, അപ്പം മണ്ടക്കോട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ മണ്ടക്കോട്ട് കൊണ്ടുവന്നോളൂ. അപ്പോൾ ഡൗൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ താഴെ കാണാനുണ്ട്, കാണണം ഒരു സംഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചാൽ മതി, ഡി പി കൊണ്ടുപോയി കാണിക്കും. അത്രേ ഉള്ളൂ. ഇത്ര ഓർത്തിരിക്കുക. ഇപ്പം നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കത്തില്ല. അടി പോകുമ്പോൾ അവർ നിങ്ങൾ ചിലപ്പം ഓക്കേക്ക് ഇങ്ങനെ കാണിക്കും, കുഴപ്പമില്ല, അവർക്ക് മനസ്സിലാവും. മാക്സിമം ഇങ്ങനെ തന്നെ കമ്മ്യൂണിക്കേഷൻ നോക്കുക. ഓക്കെ. അടുത്തുനിന്ന് ആദ്യം പോകുന്നു ഹാരിസിക്ക എ.കെ. തമ്മനം ഷാജി. ഹാരിസിക്ക കൊല്ലങ്കാട് അഭിമാനമായ ഹാരിസിക്ക ആദ്യമായി പോവുകയാണ്. ഹാരിസിക്ക ഫസ്റ്റ് ടൈം അല്ല അല്ലേ? അല്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ല, രണ്ടാം സെക്കൻഡ്. ഇതൊക്കെ എന്ത് സ്കൂബ ഡൈവ് കഴിഞ്ഞ് ഒരു ടീം എത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്ഥലം ഇവിടെ കോട്ടയംകാർ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അതിലെ അഭിപ്രായം എന്താണ്? അടിപൊളിയാണ് ഗൈസ്. ഞാൻ പോകാൻ ആയിട്ടില്ല, ഞാൻ ഇപ്പോൾ പോകും, ഞാൻ ഇറങ്ങാൻ ചെല്ലാണ്. അപ്പോൾ പോയി വന്നവരുടെ അഭിപ്രായങ്ങളാണ് ഇവർ പറയണത്. അതെ, അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യാൻ. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരും. ഹാരിസിക്ക് എത്തിയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. എന്താ അനുഭവം, അകത്തെ കാഴ്ചകൾ, ഇതെല്ലാം കാണേണ്ട കാഴ്ചകളാണ്. കുട്ടികളും പിന്നെ അതുപോലെ തന്നെ മത്സ്യങ്ങളും, എന്താ വെറൈറ്റി മത്സ്യങ്ങൾ, അതിന്റെ ഇടയിലൂടെയുള്ള നമ്മുടെ യാത്ര. അപ്പൊ അവിടെ പറ്റികളുടെ മതി ഞാൻ പോട്ടെ. ക്യൂരിയോസിറ്റി. അപ്പൊ ഞാന് സ്കൂബ ചെയ്തിട്ട് വരാം. കാഴ്ചകൾ പിന്നീട്. Baila conmigo bajo la luna, el ritmo calienta, siente la fortuna, el sol y fuego, pasión en la arena, tu movimiento es pura candela, fuego, fuego en el corazón, fuego, mueve, mueve sin condición, la noche llama, siente la explosión. അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂബ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കുക. വൻ അടിപൊളിയാ. എങ്ങനെ നിങ്ങൾക്ക് വാക്കുകൾ കൂടെ എങ്ങനെ വിവരിക്കാൻ എനിക്ക് പറയാൻ കഴിയുന്നില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. വീണ്ടും ഞാൻ പറയുന്നു, ജീവിതത്തിൽ പവയപ്പുറ്റുകൾ നിറഞ്ഞ ഒരിടം, മീനുകൾ, വ്യത്യസ്ത തരത്തിലുള്ള മീനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കട്ടയണ്ട, അങ്ങനെ തന്നെ കടന്നോട്ടെ, വിഷയമല്ല. അങ്ങനെ ഗൈസ് എല്ലാവരും നമ്മുടെ കൂടെ സ്കൂബക്ക് വന്ന എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം എന്താണ്? ഉഷാറല്ലേ? എന്താണ് ഒരു ഉഷാറില്ലാത്തവർക്കും? എല്ലാവരും ക്ഷീണിച്ചിക്കണമെന്ന് അല്ലേ? അല്ലേ, ഉഷാറാണ്. തമ്മന ഷാജിക്കൊക്കെ ഹാരിസിക്ക വൻ പൊളിയാണ്. നമ്മളെ നാട്ടുകാരെ കപ്പിൾസ് ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. ഇവരാണ് നമ്മളെ അടിപൊളിയായിട്ട് കൊണ്ടുപോയത്, വൻ അടിപൊളിയായിട്ട്. പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് ഒരു എൻജിഒ മാത്രം, അല്ലാണ്ട് ചെയ്യാൻ പാടില്ലല്ലോ മിക്സ്ഡ് ലെവലിൽ. സോളോ ട്രാവലർ ഫോണില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ